ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റ് ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടും വളരെ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്യാവുന്ന ഒരു മെത്തേഡിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. നമ്മളിതാ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ക്ലോത്ത് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പൊതുവേ ചെയ്യാറ്. അപ്പം ഈ സ്ട്രൈറ്റ് പാൻറ് ആകുമ്പം രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക. നമ്മൾ 4ആയിട്ടല്ല ഫോൾഡ് ചെയ്യുന്നത്, 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും അതിൻ്റെ പാറ്റേണൊക്കെ വരച്ചെടുക്കാൻ കേട്ടോ ചെയ്യാറ്. അപ്പം നമ്മൾ ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു ലെങ്ത്തോ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അരവണ്ണാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ അരവണ്ണം ഇപ്പോൾ ഒരു 40 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 ഇഞ്ച് അതിനോട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 12 ഇഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മളൊരു 9 ഇഞ്ചാണ് നമ്മളിവിടെ നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം 9ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് ഒരു 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ അരവണ്ണം എടുത്തിട്ടുള്ളത്, ഇപ്പോൾ 12 ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മുടെ കർവ് വരയ്ക്കില്ലേ, നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ വരച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ 12നോട് കൂടെ 2 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് 14 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പം ഈ 12 നമ്മൾ ഈ 2 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ താഴത്ത് വെച്ചിട്ടാണ് നമ്മൾ 14 ഇഞ്ചിൽ നമ്മൾ ഈ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ച് എക്സ്ട്രാ നമ്മളൊരു ലെങ്ത്തിൽ വരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ക്രോച്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിത് വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു പോയിൻ്റ് കണ്ടെത്തണം. അതായത് ക്രോച്ചിൻ്റെ ആ ഭാഗം വരെ ഉള്ളതാണ് കേട്ടോ, ബാക്കി ഫുള്ളായിട്ടുള്ളതല്ല. ആ ക്രോച്ചിൻ്റെ അവിടെ വരെ ഉള്ളത് മാത്രം, അവിടെ ഞാൻ കൈ വെച്ച് കണ്ടില്ലേ, അവിടെ വരെ ഉള്ളതാകുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ 4.5 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4.5 നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കും. കണ്ടില്ല, 4.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 4.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കും കേട്ടോ. വരച്ചതിന് ശേഷം നമുക്ക് എത്രയാണ് നമ്മുടെ കാലിൻ്റെ നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു താഴത്തുള്ള വീതിയില്ലേ, താഴത്തുള്ളത് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ ഒരു 6 ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഇഞ്ച് മറ്റേ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാനാണല്ലോ. ഇവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് 3ലേക്കൊന്ന് വരച്ച് കൊടുക്കാം. പിന്നെ ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. കുറച്ച് ഷേപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ ഈ 3 ഇഞ്ചിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെത്തേഡാണിത്. സ്കെയിലും കാര്യങ്ങളൊന്നും വെച്ച് വരയ്ക്കുന്നതല്ല, സ്ട്രൈറ്റ് ആയിട്ടൊന്നും പോകുന്നില്ല. എന്നാലും ശ്രദ്ധിക്കുക, സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് താഴത്ത് നമ്മുടെ എൻഡ് ഭാഗത്തൊരു ബാൻഡ് മാതിരി അടിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം കേട്ടോ. അതും കൂടി മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് ആ 3 ഇഞ്ച് എക്സ്ട്രായും കൂടി നമ്മൾ കണക്കിലെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഈ ക്രോച്ച് ലെങ്ത്തോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് പോവുകയാണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വന്നിട്ട് ഇത് 2 പീസായിട്ടാണ് കിട്ടുക. സ്ട്രൈറ്റ് പാൻറ് ആകുമ്പം 2 സൈഡിലും അടിക്കുന്നതിനെ കൊണ്ട് തന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒരു 36 സൈസൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ 10 + 2 നമ്മൾ കൊടുത്തിട്ട് 12 നമ്മൾ അരവണ്ണം കൊടുക്കാറ്. ക്രോച്ച് ലെങ്ത്ത് അതേപോലെ തന്നെ 2 എക്സ്ട്രാ കൊടുത്തിട്ട് 14 ക്രോച്ച് ലെങ്ത്ത് നമ്മൾ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ജോയിൻ്റ് ആയി കിടക്കുന്ന ഭാഗം കൂടി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ബാക്കിലുള്ള ഭാഗം കൂടി നമ്മളൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കട്ടോ. അപ്പോൾ ബാക്കിലേക്കുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതേപോലെ നമ്മൾ 2 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ
ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴത്തേക്ക് വേണം നമ്മൾ ഇതേപോലെ നമ്മൾ അളവ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് വേണം നമ്മൾ അളവ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പാറ്റേൺ അതേപോലെ തന്നെ വരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ 2 ഇഞ്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അതേപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് അതിലേക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെക്കുന്ന സമയത്ത് 2 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു പേപ്പർ നമ്മൾ വെച്ചിട്ടുള്ളത്, അതായത് നമ്മൾ എന്താണോ കട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം 2 ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗത്ത് എനിക്ക് പേപ്പർ ഭാഗമില്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെയും നമ്മൾ 2 ഇഞ്ച് തന്നെ എക്സ്ട്രാ എടുത്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് 2 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ബാക്കിലുള്ള പാറ്റേണിൽ വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ 2 ഇഞ്ച് നമ്മൾ ലാസ്റ്റിക്കിൻ്റെ ഭാഗം എടുത്തില്ല, അത് ഈ താഴത്തുനിന്ന് ഈ അറ്റത്തുനിന്ന് നമുക്ക് മുകളിലേക്കൊന്ന് ചെരിച്ച് വേണം നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാൻ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാക്കിലുള്ളതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടിപൊളി സ്ട്രൈറ്റ് പാൻറ്റ് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ബാക്കിൽ നമുക്ക് ഈ ഒരു ക്രോച്ച് ലെങ്ത്ത് കുറച്ചൊന്നും വീതി കൂടല്ല, അതാണ് നമ്മൾ 2 ഇഞ്ചിൽ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഇത് രണ്ടും തമ്മിൽ ക്രോച്ച് ലെങ്ത്ത് തമ്മിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു പാറ്റേൺ നമ്മൾ ഏതാണോ ഫ്രണ്ടിലുള്ളതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് ആദ്യം അറ്റാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതും ക്രോച്ച് ലെങ്ത്ത് മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ടും കൂടി വെച്ചിട്ട് അതിൻ്റെ 2 സൈഡായിട്ടും നമുക്ക് അടിച്ചു പോവാം. അതേപോലെ തന്നെ താഴത്തുള്ള ബാൻഡ് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് പിന്നെ അതേപോലെ എലാസ്റ്റിക് ഇടാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതുവരെ പേപ്പറിലല്ല ഇതുവരെ നമ്മൾ ക്ലോത്തിൽ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഇതേപോലെ പേപ്പറിൽ ചെയ്ത് നോക്കാം. എന്നിട്ട് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ക്ലോത്തിലേക്ക് വെച്ച് ചെയ്യട്ടോ. അപ്പോൾ ഇനിയും സ്ട്രെയിറ്റ് പാൻറ്റ് ശരിയായിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. ഇതേപോലെ സ്ട്രെയിറ്റ് പാൻറ്റ് ശരിക്കും അടിച്ചിട്ടുള്ളതുണ്ട് കേട്ടോ. ക്ലോത്തിൽ നമ്മൾ ചെയ്തതും ഉണ്ട്. കാണാത്തവർ പോയി കാണാം. ഞാനിതിൻ്റെ വീഡിയോ ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഇവിടെ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലെ ആദ്യം നമ്മൾ ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യും. മറ്റേതിൻ്റെ ക്രോച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ രണ്ടും കൂടി നോർമലി ഒപ്പരം വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആ ക്രോച്ചിൻ്റെ ഭാഗം, കാലിൻ്റെ ആ ഒരു ഭാഗമില്ലേ, അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ക്ലോത്തിലാകുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങും കൂടി വരുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. മറ്റേതും അതേപോലെ തന്നെ ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇത് രണ്ടും കൂടി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്തും അതേപോലെ തന്നെ ഈ അറ്റത്തും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ആ കാലിൻ്റെ ഭാഗം, പിന്നെ ബാൻഡ് അടിക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ എലാസ്റ്റിക് ഇടുന്ന ഭാഗം, ഇത്രയൊക്കെയാണ് നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടേ.